ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പീച്ചിങ്ങ പുളിയാണ് ഉണ്ടാക്കാൻ പോണത്. പീച്ചിങ്ങ ഇതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചട്ടി വെച്ച ശേഷം ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ഉള്ളി സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ടു. പൊടി സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാകും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പീച്ചിങ്ങ ഞാൻ പുളിയാണ് ഉണ്ടാക്കാൻ പോണത്. തക്കാളി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. തുറന്ന് നോക്കിയ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് വെന്ത ശേഷം നമുക്ക് കുറച്ച് പുളി കുതിർത്തി വെച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞ് വരട്ടെ കേട്ടോ. ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഒന്നും കൂടെ വേകണം. തക്കാളിക്ക് ഒന്നും കൂടെ നന്നായിട്ട് വേവട്ടെ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഉള്ളിയും തക്കാളി പച്ചമുളകൊക്കെ ഇട്ട കാരണം നല്ലോണം മണം വരുന്നുണ്ട്. ഒന്നും കൂടെ വെന്ത ശേഷം നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. ഒന്നും കൂടെ അടച്ചു. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് പീച്ചിങ്ങ. ഇനി നമുക്കതൊന്ന് ഉടച്ചു കൊടുക്കാം. വെന്ത് വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തക്കാളിയുടെ പുളി നോക്കിയ ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളപ്പിച്ച ശേഷം നമുക്ക് കുറച്ച് പെരുങ്കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. ഞാൻ കറി റെഡിയായി. താളിക്കാൻ വെച്ചിട്ടുണ്ട്. കരണ്ടി വെച്ചു. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് പച്ച കരിവേപ്പില ഇട്ട് കൊടുക്കാം. സൂപ്പറായി. അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാൻ എന്താ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് നമുക്ക് 2 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. കടുക് റെഡിയായി. ഒരു വറമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കടുക് വറമുളക് താളിച്ചതിട്ട് കൊടുക്കാം. അടിപൊളി കറിയായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ, മോരും ചോറിൻ്റെ കൂടെയൊക്കെ ഇതങ്ങനെ കഷ്ണം മാത്രം എടുത്ത് കഴിക്കാം. ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഗ്രേവി എടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.